ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം സമയം 11 മണിയായി. നമ്മളിന്ന് തെയ്യം കാണാൻ പോകാൻ കേട്ടോ. അതായത് ഫുൾ രാത്രി നമ്മളിന്ന് തെയ്യം കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനിന്ന് പകലൊക്കെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തെയ്യം കാണാൻ പോകുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ്, പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ തിരക്ക് നല്ല കൂടുതലായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ലേറ്റായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം, അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് പാർക്കിംഗ് ആണെങ്കിലും നമ്മൾ എന്താ ലേറ്റായിട്ട് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാത്രി 12 മണിക്കൊക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ആവുക. അപ്പോൾ ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും, ഫുഡൊക്കെ കഴിച്ചിട്ട്. അവിടെ ഫുഡൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകുന്നവരൊക്കെ പോയിക്കോട്ടെ. അപ്പോഴേക്കും നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് തിരക്കൊക്കെ കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സമയം ചൂസ് ചെയ്തത്. കൺമണിനെയും വൈകുന്നേരം തന്നെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഫുൾ രാത്രി ഉറക്കമൊഴിഞ്ഞ് നാളെ രാവിലെ വരാനാണ് പ്ലാന്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കണ്ടാലോ. തെയ്യം ഞാൻ നിങ്ങളെല്ലാവരെയും കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പം നമ്മൾ പോകുമ്പം കാണുന്നത് ചാമുണ്ടിയും പിന്നെ അതുപോലെ തന്നെ വിഷ്ണുമൂർത്തിയാണ് കേട്ടോ. വിഷ്ണുമൂർത്തി നാളെ രാവിലെ എത്ര മണിയാവും? 2 മണിക്കൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ടാവുക രാവിലെ. അപ്പോൾ നമുക്കത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇതുവരെ ആ ഒരു സമയത്ത് അവിടെ തെയ്യം കണ്ടിട്ടില്ല. ഞാൻ പകല് പോയി കണ്ടിട്ടുണ്ട്, കഴിയുന്ന ദിവസവും അതുപോലെ തന്നെ തുടങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് പകല് പോയാലും ഈ വിഷ്ണുമൂർത്തി തെയ്യത്തിനെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ രാത്രി സമയത്ത് പോയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഞാൻ ഒത്തിരി ഈ തെയ്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ വടക്കേ മലബാറുകാർക്ക് ഇത് നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്താ പറയുക, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവങ്ങൾ അവർക്ക് മുഖങ്ങളുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ഇത് സീസണാണ്. അപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മെയ് മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി തെയ്യക്കാലം വരാൻ വേണ്ടിയിട്ട് കുറച്ചധിക കാലം വെയിറ്റ് ചെയ്യണം. ഇനി നവംബറിലെ വീണ്ടും സ്റ്റാർട്ടാവുള്ളൂ അടുത്ത സീസൺ, ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ എന്താണ് അമ്പലം, ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. അറിയില്ല, തിരക്കധികമാണെങ്കിൽ നോക്കാം. അവിടെ പോയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ. എൻ്റെ ചേച്ചിയുടെ വീട് അവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ. അതെൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോള് കല്യാണം കഴിച്ചത് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഞങ്ങൾ സാധാരണ അവിടെയാണ് പോവാറ്. ഒരുപാട് മേക്കപ്പ് ഒന്നും വേണ്ട, ഭയങ്കര സിമ്പിളായിട്ട് ഒരുങ്ങുകയാണേ. കണ്ണെഴുതുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മുഖം വല്ലാണ്ട് ഡള്ളായിട്ടുണ്ടാവും. ഇത് പിടിക്കും, ഫോൺ പിടിച്ചോ, ലൈറ്റ് പിടിച്ചോ. നമ്മളെൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ബാക്കി എല്ലാവരും തെയ്യത്തിന് പോയിരിക്കുകയാണ്. ഇവിടെയൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് വെച്ചു കേട്ടോ. സ്ഥലത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് അവിടെ, ഇത്രയൊക്കെ വണ്ടി വെക്കാൻ പറ്റുള്ളൂ. ഞാൻ അവസാനം ഉള്ള സ്ഥലത്ത് വെച്ചു കേട്ടോ. അമ്മ വല്യമ്മേനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. വല്യമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. കഴിവണി അമ്മമ്മ ഉണ്ടാ? ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഭാഗത്താണ് കറങ്ങി
അരി തിന്നു എന്നിട്ട് സ്റ്റോറി പറയല. നേരത്തെ നല്ലൊരു സ്റ്റോറി പറഞ്ഞിട്ട് കോഴിയമ്മരെ വേഗം ഇത് തിന്നിട്ട് വേണം പറയാൻ. അതെടുത്തു കുറിച്ച് കൊണ്ടു. പിന്നെ കോഴിയമ്മേരെ സ്റ്റോറി ഇപ്പം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടേ ചേച്ചി കോഴിയമ്മ അവിടെ ഒന്നും കിട്ടാനില്ല. അവിടെ ഇരുന്ന് തിന്നിട്ടേ പോണം. 2 മണിയായി കണ്ണു. ഇപ്പോഴാ കഞ്ഞി കുടിക്കുന്നു കണ്ണു. ആടുന്ന അങ്ങനെയല്ലേ രാത്രി അച്ഛനോട് പറയും വിശക്കുന്ന പറയും ബിസ്ക്കറ്റ് എടുത്തിട്ട് അച്ഛനും മോനും കൂടെ ബിസ്ക്കറ്റ് 2 മണിക്ക് 3 മണിക്കല്ലേ എന്നെ പുറത്തിറക്കിയാലോ? ആൾക്കാർ നിൽക്കുന്നിടത്ത് നിൽക്കണം. എവിടെയും അതിലേക്ക് പിടിക്കണം. എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയിട്ടിരിക്കുക കേട്ടോ. എന്തൊരു പ്രശ്നം. ഞാനിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ. സമയം 1 മണി. കണ്ടോ, ഞാൻ ഈ വിഷ്ണുമൂർത്തിൻ്റെ ഫോട്ടോ ഞാനുണ്ട്. എൻ്റെ സ്ക്രീൻ സേവറൊക്കെ ഹോം സ്ക്രീൻ സേവറൊക്കെ ഈ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ ഡെയിലി ഇങ്ങനെ കാണണം അങ്ങനെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉറക്കം കഴിഞ്ഞിട്ട് ഇവിടെ ചീമേനിയിലെ തെയ്യം കാണുന്നത്. ഞാൻ അമ്മയുടെ തറവാട്ടിലൊക്കെ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഫുൾ നൈറ്റ് ഉറക്കൊഴിഞ്ഞിട്ടില്ല. ഞാനൊരു 2 മണിയിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി കണ്ടിട്ടുണ്ട് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉറങ്ങാതെ ഇരുന്ന് കണ്ടിട്ട് വന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും 5 മണിയായിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് ഉറങ്ങിയിട്ട് ഇപ്പോൾ എഴുന്നേറ്റ്. ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ചോറ് കഴിക്കാം, എന്താ നോക്കാം. അപ്പം ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ
തെയ്യമൊക്കെ കാണാത്ത കുറേ ആൾക്കാരുണ്ടാവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും തെയ്യത്തിൻ്റെ വ്ളോഗ്സ് ചെയ്യുന്നത്. എനിക്ക് തെയ്യം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും കൺമണിക്കൊക്കെ ഇങ്ങനെ ചെണ്ടയിൽ ഇങ്ങനെ കോലി വീഴുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു വികാരമാണ്. അതെനിക്ക് പോവാതിരിക്കാനോ അല്ലെങ്കിൽ അതെനിക്ക് മിസ് ചെയ്യാനോ തോന്നാറില്ല. നമുക്ക് ഈ ദിവസം കഴിഞ്ഞിട്ടില്ല, ഓരോ കാര്യങ്ങളായിട്ട് കാണാം. ഒന്ന് പോയിട്ട് ഫേസ് വാഷ് ചെയ്ത് ബ്രഷ് ചെയ്തിട്ടൊക്കെ വരാം. മാങ്ങ ഇതുണ്ടല്ലോ, നമ്മൾ ഇന്ന് രാവിലെ വരുമ്പം 4:30 റോഡിൽ വീണിട്ടുണ്ടായിരുന്നു. മെയിൻ റോഡിലല്ല, അകത്തേക്കുള്ള റോഡിൽ. അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ട് പോയിട്ട് എടുത്തിട്ട് വന്നു. റോഡിൽ വീണ മാങ്ങയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ആരെങ്കിലും നടക്കാനൊക്കെ പോകുന്നത് എടുക്കും. അപ്പോൾ അത് ഞാനെടുത്തു. സമയം 3 മണിയായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോകണം. അതായത് അവിടെ സൈറ്റിൽ പോകണം. സൈറ്റിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് പണിക്കാരൊന്നുമില്ല, ഞായറാഴ്ച അല്ലേ. ഞായറാഴ്ച അത് മാത്രമല്ല, നമുക്ക് കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ ഇറക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണി ഇനിയിപ്പോൾ മറ്റന്നാളേ ഉള്ളൂ, ചൊവ്വാഴ്ചയേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ പൂഴി നാളെ ഇറക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാര്യങ്ങളും അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. നമുക്കവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ പണി എവിടെ വരെ ആയി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആരും റെഡിയായിട്ട് പുറകിൽ നിൽക്കുന്നുണ്ട്. ആരാ അത്? ഞാൻ എന്ന് പറഞ്ഞ ആരാ? അമ്മണിയോ? അമ്മണി ഇന്ന് മമ്മനെ മദേഴ്സ് ഡേ വിഷ് ചെയ്തോ? എങ്ങനെ വിഷ് ചെയ്തേ? എങ്ങനെ വിഷ് ചെയ്തേ പറയൂ. സൺസ്ക്രീൻ. ഹാപ്പി മദേഴ്സ് ഡേ. കണ്ടൊന്ന് ഫാൻ ഇടും മോളെ. നമുക്ക് സൺസ്ക്രീൻ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. AC വേണ്ട. ഇപ്പോൾ വർക്ക് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു 3 ലെയർ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ മണ്ണ് വെച്ച് ഇതിനെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും കല്ല് വെച്ച് പൂഴിയും സിമെൻറ്റൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞ് പിന്നെ തറയുടെ മുകളിലോട്ടുള്ള പടി തുടങ്ങത്തുള്ളൂ. ഇതൊക്കെ ഇപ്പം തറയുടെ താഴെ, അതായത് ഭൂമിക്ക് താഴെയുള്ള പരിപാടിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് കെട്ടുന്നത് ഒരു കല്ലിൻ്റെ ഹൈറ്റിൽ ഒരു കല്ല് കൂടി, ആ ഒരു വെച്ച കല്ലുണ്ടല്ലോ കണ്ട, ആ ഒരു കല്ലിൻ്റെ ഹൈറ്റിൽ ഒരു കല്ലിൻ്റെ ലെവലിൽ ഒരു പ്രാവശ്യം കൂടി കല്ലിടും. അതിന് മുകളിലോട്ട് പിന്നെ ഉയരുന്നത് തറയാണ് കേട്ടോ. തറ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ മണ്ണിടണം. മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്യണം. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കണ്ട് ഇവിടെയൊക്കെ കല്ലിട്ടിട്ടുണ്ട്. കല്ലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മണ്ണ് കുറച്ച് വരും. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണും അമ്മയുണ്ട് കേട്ടോ. അവരങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ മണ്ണിലിറങ്ങിയിട്ട് കളിക്കുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങോട്ടാണ് വീട്ടിൻ്റെ ഫേസിങ് വരുന്നത്. വലിയ മഴ വരുമ്പോഴേക്കും നമുക്ക് തറയുടെ പണിയൊന്ന് തീർക്കണമെന്നുണ്ട്. കാരണം മഴ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മഡ് റോഡാണ്. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ അതായത് വലിയ വണ്ടികൾ ഇറങ്ങാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിന് മുന്നേ തറയുടെ പണിയൊന്ന് തീർക്കണമെന്നുണ്ട്. ഇപ്പോൾ കല്ലിന് ചെറിയൊരു ക്ഷാമം, അതായത് കല്ല് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം 2-3 ദിവസമായിട്ട് വർക്കും പെൻഡിങ്ങിലായിരിക്കുന്നത്. ഇപ്പം നാളെയോ മറ്റും പൂഴിയൊക്കെ ഇറങ്ങാനുണ്ട്. പൂഴിയൊക്കെ ഇറങ്ങി പൂഴിയും സിമെൻറ്റൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കല്ല് വന്ന് അവർ പെട്ടെന്ന് തന്നെ വന്നിട്ട് കെട്ടിത്തുടങ്ങും. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ ആ ഗെറ്റ് ടുഗെദർ കഴിഞ്ഞിട്ട് ഇളയമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഇളയപ്പൻ എനിക്ക് കുറച്ച് ഈ പൈനാപ്പിളിൻ്റെ കൈതച്ചക്കയുടെ തൈ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതുവഴിയാണ് കേട്ടോ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ ലാസ്റ്റ് പരിപാടിയിൽ മാത്രമേ ഈ ഒരു ക്ലീനിങ് ഒക്കെ നടക്കുള്ളൂ. പമ്പ് ഹൗസൊക്കെ പൊളിച്ചതിന് ശേഷം. പിന്നെ
ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട്. ഇനി ഈ കുഴിയൊക്കെ മണ്ണിട്ടിട്ട് വേണം, ഇതുവഴിയാണ് ഗേറ്റ് വരിക, ഇവിടെ നിന്നാണ് ഗേറ്റ് വരിക. അപ്പോൾ ഈ കുഴിയൊക്കെ കുറച്ചുകൂടി മണ്ണിട്ടിട്ട് നികത്തണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഇപ്പോൾ ഇവിടെ. അതായത് ഇറങ്ങാനും കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുള്ള പ്രോപ്പർ വഴികളും കാര്യങ്ങളൊന്നും ഇപ്പോഴില്ല. ഇവിടെ ഞാനുണ്ടല്ലോ 2-3 മറ്റേ പൈനാപ്പിളിൻ്റെ ഇതുപോലത്തെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പം ഇളയപ്പൻ തന്നതാ, അവിടെ കൊണ്ടുപോയി നട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നടാനുള്ള തൂമ്പയും കാര്യങ്ങളോ കൈക്കോട്ടൊന്നും ഇല്ല ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു തൽക്കാലം അവിടെ ഏതെങ്കിലും ഒരു വാഴയുടെ താഴെ വയ്ക്കാം, എന്നിട്ട് നെക്സ്റ്റ് നാളെയോ മറ്റന്നാളോ വരുമ്പം കൊണ്ടുപോയി നടാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. തൽക്കാലം ഞാൻ ആ വാഴച്ചോട്ടിൽ വെച്ചു കേട്ടോ. അപ്പം നാളെ വീണ്ടും ഞാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ അറ്റത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി നടാം. ഇനിയിപ്പം ഈ വാഴയുടെ ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആ പാടത്തിലേക്കുള്ളൊരു വ്യൂ ഒക്കെ കിട്ടും. അത് മാത്രമല്ല ഈ വാഴനൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ. കാരണം ഇത്രയും ഒരു ഇതാണെങ്കിൽ ഭയങ്കര ഒരു ഇരുട്ട് പോലെ. അപ്പം ആ ഇരുട്ടിനേക്കാളും വേറെ എന്തെങ്കിലുമൊക്കെ നടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ സൈഡിൽ. എനിക്കെന്തോ ഈ തറയുടെ മുകളിൽ കയറി നിൽക്കുമ്പം ഭയങ്കര ഒരു സന്തോഷം. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പം ആ ഒരു നമ്മുടെ ഒരു പ്ലാനിൽ, അത് എൻ്റെ തന്നെ ഒരു പ്ലാനിൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അതായിരിക്കും മിക്കവാറും. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ റൂമാണ്. എൻ്റെ റൂമാണ് കേട്ടോ. ഫ്യൂച്ചറിൽ എൻ്റെ റൂമിൻ്റെ മുകളിലാണ് ഞാനിങ്ങനെ കയറി നിൽക്കുന്നത് ഇപ്പോൾ. ഇവിടെ അല്ലേ? അതെ ഇവിടെ തന്നെ. ഇത് കെട്ടിക്കഴിയും പറയാം. റൂമൊക്കെ ശരിയായി വരും, ഒക്കെ ശരിയായി വരും. അമ്മയും കൺമണിയും ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴി, അതായത് ഷോർട്ട് കട്ട് വഴി നടന്നിട്ട് വീട്ടിലേക്ക് പോയി, അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചക്ക ഉണ്ടെന്ന് പറഞ്ഞു അമ്മായി. അപ്പം നമ്മളെല്ലാവരും ചക്ക കൊതിയന്മാരായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി. ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പം അവർ പോയി പിക്ക് ചെയ്യണം. ഞാൻ അമ്പലത്തിൻ്റെ അടുത്താണ് വണ്ടി വെച്ചിരിക്കുന്നത്. ഇതൊരു അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. കണ്ടോ, ഇത് ആൽമരം അയ്യപ്പൻ്റെ അമ്പലം. പണ്ട് മുതലേ നമ്മൾ അവിടെ കൊടക്കാട് ഞാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ വരുന്നൊരു അമ്പലമാണ് കേട്ടോ. പിന്നെ എല്ലാ വർഷവും ഞങ്ങളുടെ ബർത്ത്ഡേൻ്റെ അന്ന് ഇവിടെ പായസമൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാവരുടെയും നക്ഷത്രം വെച്ചിട്ടുള്ള ബർത്ത്ഡേ വരുമ്പം നമുക്കിവിടെ പായസം കിട്ടാറുണ്ട്. ഇങ്ങനെ നമുക്കിനി അമ്മേനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാം. ഉറക്കമൊഴിഞ്ഞതിൻ്റെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ എനിക്ക്. പക്ഷേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ, പകൽ ഉറങ്ങി. എന്നാലും ആ ഒരു നമ്മുടെ ഒരു നോർമൽ സ്ലീപ്പ് സൈക്കിളിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ആവുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ കിടന്നുറങ്ങും. ഹൈ കൺമണി. അതിൻ്റെ ഇടയ്ക്ക് കൺമണി വന്നിരിക്കും. ഇവിടെ ഇരിക്കും. ഹായ്. എന്താ ടി വി വെച്ചിട്ട് ടി വി കാണാത്ത? എന്താ ഇത്? ഗ്ലാസസ്, സ്പെക്ടക്കിൾസ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 7 മാസം വെയിറ്റ് ചെയ്യണം നമുക്ക് തെയ്യങ്ങളൊക്കെ കാണണമെങ്കിൽ. അടുത്ത നവംബർ മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാൻ കേട്ടോ. അടുത്ത ഇനി ഒരു 7-8 മാസം കഴിയുമ്പം വീണ്ടും ഇവിടെ സീസൺ സ്റ്റാർട്ടാവും. അപ്പോൾ ഇതുവരെ തെയ്യമൊക്കെ കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ണൂരൊക്കെ ഫ്രണ്ട്സും കണ്ണൂർ ആൻഡ് കാസർഗോഡിലൊക്കെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തെയ്യമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. കാരണം ഒരു നാടിൻ്റെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു നാടിൻ്റെ മൊത്തം വിശ്വാസമാണ്. ഇവിടെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും പരസ്പരം സഹകരിച്ചിട്ടൊക്കെ ഒരുപാട് ഉത്സവങ്ങളും അതുപോലെ തെയ്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ തെയ്യം വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.